നമ്മളിന്ന് നോക്കുന്നത് എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസും URLുമാണ്. അപ്പോൾ അതിലാദ്യം നമുക്ക് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ഈസ് എ സ്പെഷ്യൽ സെറ്റ് ഓഫ് റൂൾസ് ടു ബി ഫോളോഡ് ഇൻ എ നെറ്റ്വർക്ക് വെൻ ഡിവൈസസ് ഇൻ ദ നെറ്റ്വർക്ക് എക്സ്ചേഞ്ച് ഡാറ്റ വിത്ത് ഈച്ച് അതർ. അതായത് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഒരു നെറ്റ്വർക്കിൽ ഡിവൈസുകൾ തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിച്ചാണ് നമ്മളെപ്പോഴും ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ആ നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ നെറ്റ്വർക്കിനും വേറെ വേറെ പ്രോട്ടോക്കോളുകളായിരിക്കാം. Then each protocol specifies its own rules for formatting data, compressing data, error checking, identifying and making connections, and making sure that data packets reach its destination. അപ്പോൾ ഈ ഓരോ പ്രോട്ടോക്കോളുകളിലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കുമായിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഫോർമാറ്റിംഗ് ഡാറ്റ, അതായത് ആ നെറ്റ്വർക്കിൽ എങ്ങനെ ഡാറ്റയെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് തിരിക്കണം, അതുപോലെ തന്നെ കംപ്രസിങ് ഡാറ്റ, എങ്ങനെ ആ ഡാറ്റയെ കംപ്രസ് ചെയ്ത് നമ്മൾ അയക്കണം, അതുപോലെ തന്നെ അവിടെയുള്ള എറർ ചെക്കിങ്, അതുപോലെ തന്നെ കണക്ഷൻസ് പുതിയത് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഡാറ്റ പാക്കറ്റുകൾ കൃത്യമായിട്ട് അതായത് സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഒരു നെറ്റ്വർക്കിൽ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകൾ അല്ലെങ്കിൽ റൂൾസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും ഡിവൈസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Several computer network protocols have been developed for specific purposes and environments. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പഠിക്കാനുള്ള ആദ്യത്തെ പ്രോട്ടോക്കോളാണ് TCP/IP. അപ്പോൾ ഈ TCP/IPയുടെ ഫുൾ ഫോം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ബർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇതാണ് ഈ TCP/IP എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രോട്ടോക്കോളുകളാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ ആദ്യം തന്നെയുണ്ട്. ഇറ്റ്സ് എ സ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പ്രോട്ടോക്കോൾസ് യൂസ്ഡ് ടു ഇൻ്റർകണക്ട് നെറ്റ്വർക്ക് ഡിവൈസസ് ഓൺ ദ ലോക്കൽ നെറ്റ്വർക്ക്സ് ആൻഡ് ദ ഇൻ്റർനെറ്റ്. നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഡിവൈസുകളെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാനായിട്ടാണ്. അതും ലോക്കൽ നെറ്റ്വർക്കുകളിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലുമാണ് നമ്മൾ TCP/IP പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ച് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. TCP/IP ഡിഫൈൻസ് റൂൾസ് ഫോർ ഹൗ ഇലക്ട്രോണിക് ഡിവൈസസ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ഹൗ ഡാറ്റ ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ പ്രോട്ടോക്കോളിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യണം ഇൻ്റർനെറ്റിലേക്ക്, അതുപോലെ തന്നെ എങ്ങനെ അവിടെ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ TCP/IP പ്രോട്ടോക്കോളിൽ പറയുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് ഫിഗറും കൂടെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് ആണ് നമ്മുടെ സെൻഡർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ റിസീവർ. അപ്പോൾ ഇതിവിടെ ഈ സിസ്റ്റത്തിനും ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിസീവർ സിസ്റ്റത്തിനും ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ IP അഡ്രസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റയെ അയക്കുന്നത്, അല്ലെങ്കിൽ സെൻഡറിനെ റിസീവറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്നും നമുക്കൊരു ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ TCP പ്രോട്ടോക്കോളാണ് അവിടെ ഉപയോഗിക്കുന്നത്. TCP പ്രോട്ടോക്കോൾ ഈ ഡാറ്റയെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10 MB ഡാറ്റയാണ് അയക്കേണ്ടതെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ചിലപ്പോൾ അതിനെ 1 MBയുടെ 10 പാക്കറ്റുകളായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 5 MBയുടെ 2 പാക്കറ്റായിട്ട് വേണമെങ്കിൽ തിരിക്കാം. അപ്പോൾ അത് എങ്ങനെ എത്ര പാക്കറ്റായിട്ട് തിരിക്കും എന്നുള്ളത് ആ നെറ്റ്വർക്കിലെ TCP പ്രോട്ടോക്കോളിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് അയക്കേണ്ട ഡാറ്റ അത് ഒറ്റ ഇതായിട്ടല്ല അയക്കുന്നത്, അതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോളിനനുസരിച്ച് ആ ഡാറ്റയെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് തിരിക്കുന്നത് ഈ TCP പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ ഓരോ പാക്കറ്റിലും കൃത്യമായിട്ട് അതിൻ്റെ റിസീവറിൻ്റെ അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് എവിടെയാണ്, ഏത് സിസ്റ്റത്തിലേക്കാണ് എത്തേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ആ പാക്കറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റുകളുടെ നമ്പർ, ഓരോ പാക്കറ്റും എത്രാമത്തെ പാക്കറ്റാണ് എന്നുള്ള പാക്കറ്റ് നമ്പർ നമ്മൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന IP അഡ്രസ്സ് അതും ഈ പാക്കറ്റിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ എറർ ചെക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ്,
കാരണം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി ഡാറ്റ അയക്കുമ്പോൾ അവിടെ നോയ്സൊക്കെ കടന്നുകൂടുകയും നമ്മുടെ ഒറിജിനൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എറർ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പാക്കറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ ഒരു ഡാറ്റയെ പല പല പാക്കറ്റുകളായിട്ട് തിരിക്കും. ഈ പാക്കറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് TCP പ്രോട്ടോക്കോളാണ്. അതിനുശേഷം വരുന്നത് IP പ്രോട്ടോക്കോളാണ്. അത് നമുക്ക് പറയാം. അതാണ് ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പാക്കറ്റുകൾ നമ്മൾ നെറ്റ്വർക്കിലേക്ക് അയച്ചു കഴിയുമ്പോൾ അതിനുശേഷം ഇത് റിസീവർ സൈഡിൽ ആണ് വീണ്ടും നമ്മൾ TCP പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നത്. ഈ TCP പ്രോട്ടോക്കോൾ ഈ വരുന്ന പാക്കറ്റുകളെല്ലാം കളക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമ്മുടെ ഒറിജിനൽ ഡാറ്റ എടുക്കുന്നു. അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് 10 പാക്കറ്റുകളാണ് അയച്ചതെങ്കിൽ ആ 10 പാക്കറ്റുകളെയും ഇവിടെ റിസീവർ സൈഡിൽ അത് കളക്ട് ചെയ്യുകയും, അപ്പോൾ ആ പാക്കറ്റുകളിൽ ഓരോന്നിലും ആ നമ്പർ ഉണ്ടാവും, 1 2 3 എന്നുള്ള പാക്കറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് ആ പാക്കറ്റുകളെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ഡാറ്റ അത് എടുക്കുന്നു. ആ ഓരോ പാക്കറ്റിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്ത് നമ്മുടെ ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റുന്നു. ഈ ഒരു കാര്യവും ചെയ്യുന്നത് നമ്മുടെ TCP പ്രോട്ടോക്കോളാണ്. പിന്നെ സപ്പോസ് ആ ഏതെങ്കിലും ഒരു പാക്കറ്റിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു, നോയ്സ് മൂലം എന്തെങ്കിലും കാരണം ഒരു പാക്കറ്റിൽ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതവിടെ ഐഡൻറ്റിഫൈ ചെയ്യും. എറർ ചെക്കിങ് മെക്കാനിസം ഉണ്ട്. അത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റ് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും. കാരണം നമുക്ക് ആ എറർ വന്ന പാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒറിജിനൽ ഡാറ്റ ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് പാക്കറ്റിനാണോ എറർ വന്നത് ആ പാക്കറ്റ് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ റിക്വസ്റ്റ് നമ്മൾ സെൻഡറിലേക്ക് കൊടുക്കുന്നു. ഇനി അഥവാ അവിടെ എറേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പാക്കറ്റുകളിൽ നിന്നെല്ലാം കൂടെയുള്ള ഡാറ്റയെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഡാറ്റ ആക്കുകയാണ് ഈ TCP പ്രോട്ടോക്കോൾ ചെയ്യുന്നത്. അപ്പോൾ TCP പ്രോട്ടോക്കോൾ ഇതിനെ പാക്കറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ പാക്കറ്റുകളിൽ നിന്നും ഒറിജിനൽ ഡാറ്റയെ തിരിച്ച് എടുക്കുക. ഈ കാര്യങ്ങളാണ് TCP പ്രോട്ടോക്കോളിൽ ചെയ്യുന്നത്. ഇനി IP പ്രോട്ടോക്കോളാണ് ഈ ഇടയ്ക്ക് വരുന്ന സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ ഒരു നെറ്റ്വർക്ക് വഴി അയച്ചു കഴിഞ്ഞാൽ ഈ പാക്കറ്റുകളെ കൃത്യമായിട്ട് ഇതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനായിട്ട് പല വഴികളുണ്ടായിരിക്കും, പല കണക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. പല റൂട്ടേഴ്സ് വഴി പല രീതിയിൽ നമുക്ക് ഡാറ്റ പാക്കറ്റുകളെ ഈ റിസീവറിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എല്ലാ ഡാറ്റ പാക്കറ്റുകളെയും അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് വഴി കൃത്യമായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ചെയ്യുന്നത്. The packets travel from router to router over the internet according to the IP protocol. അപ്പോൾ ഈ പാക്കറ്റ് ഓരോ റൂട്ടർ ചെല്ലുമ്പോഴും അതിൻ്റെ IP അഡ്രസ്സ് നോക്കിയിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടെത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് വഴി ഇതിനെ അയക്കും. അങ്ങനെ ഓരോ റൂട്ടർ വഴി ഇത് ട്രാവൽ ചെയ്തായിരിക്കും നമ്മുടെ റിസീവർ സൈഡിൽ എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 പാർട്ടായിട്ടാണ് നമ്മൾ TCP IP പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. When data is to be sent from one computer to another over internet, it is first broken into smaller packets by TCP and then sent. When these packets are received by the receiving computer, TCP checks packets for errors. If errors are found, TCP submits request for retransmission. Else packets are assembled into original message according to the rules specified in TCP protocol. ഇപ്പോൾ നമ്മൾ TCP പ്രോട്ടോക്കോളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇനി IP പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. ഡെലിവറി ഓഫ് ഈച്ച് ഓഫ് ദീസ് പാക്കറ്റ്സ് ടു ദ റൈറ്റ് ഡെസ്റ്റിനേഷൻസ് ഈസ് ഡൺ ബൈ ദ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഈവൻ ദോ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഓഫ് ദ സെയിം മെസ്സേജ് മേ ബി റൂട്ടഡ് ഡിഫറെൻ്റ്ലി, they will reach the same destination and get reassembled there. അപ്പോൾ ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് നമ്മൾ TCP IP പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TCP IP പ്രോട്ടോക്കോളിൻ്റെ സബ്ബായിട്ട് വരുന്ന കുറച്ച് പ്രോട്ടോക്കോൾസ് ഉണ്ട്. HTTP, FTP, DNS. അപ്പോൾ ഈ 3 പ്രോട്ടോക്കോളുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. HTTP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ്. HTTPയുടെ ഫുൾ ഫോം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഫോർ ട്രാൻസ്ഫറിങ് റിക്വസ്റ്റ് ഫ്രം ക്ലയൻറ്റ് സൈഡ് ആൻഡ് ടു റിസീവ് റെസ്പോൺസസ് ഫ്രം ദ സെർവർ സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ ക്ലയൻറ്റ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള ഡാറ്റയെ സെർവർ കൃത്യമായിട്ട് ആ ഡാറ്റ നമ്മൾ റെസ്പോൺസായിട്ട് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്ലയൻറ്റ് സെർവർ മെക്കാനിസത്തിൽ
നമ്മൾ ഈ റിക്വസ്റ്റിനും റെസ്പോൺസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ് HTTP എന്ന് പറയുന്നത്. നമ്മുടെ ക്ലയൻറ്റ് HTTP റിക്വസ്റ്റ് നമ്മൾ സെർവറിലേക്ക് അയക്കുന്നു. സെർവർ ആ റിക്വസ്റ്റ് നോക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ HTTP റെസ്പോൺസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പെയർ ഓഫ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസിനെയാണ് നമ്മൾ HTTP സെഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ദിസ് പെയർ ഓഫ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഈസ് കോൾഡ് ആൻ HTTP സെഷൻ. അപ്പോൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയക്കുന്നു, സെർവർ അതിനൊരു റെസ്പോൺസ് അയക്കുന്നു. ഈ ഒരു പെയർ, ഒരു റിക്വസ്റ്റിനെയും ഒരു റെസ്പോൺസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ HTTP സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെർവറിലുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിരിക്കും, അതായത് ആ ഫയൽ ഓൾറെഡി ആ സെർവറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് ആ റെസ്പോൺസ് ആയിരിക്കും നമുക്കിവിടെ തിരിച്ച് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറയുന്നുണ്ട്. HTTP ഈസ് ട്രാൻസ്മിഷൻ മീഡിയം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മളവിടെ ഏത് ട്രാൻസ്മിഷൻ മീഡിയമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. എവിടെയാണെങ്കിലും നമ്മൾ ഈ സെയിം കാര്യം തന്നെയാണ് HTTP റിക്വസ്റ്റും റെസ്പോൺസും. ഏത് മീഡിയ ആണെങ്കിലും അതിന് നമുക്ക് ഒരു വ്യത്യാസമില്ല. പിന്നെ പറയുന്ന രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് HTTP ഈസ് സ്റ്റേറ്റ്ലെസ്. അതായത് നമ്മളിപ്പോൾ ഒരു റിക്വസ്റ്റ് അയച്ചു, ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടി, അതവിടെ കഴിഞ്ഞു. ആ തരത്തിലാണ് നമ്മുടെ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. The server and client are aware of each other only during a request or response. Afterwards, each forgets the other. അപ്പോൾ ആ ഒരു റിക്വസ്റ്റിൻ്റെയും റെസ്പോൺസിൻ്റെയും സമയത്താണ് ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻസ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് ഇവർ അറിയുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവരിത് വിട്ടേക്കാണ്. അതായത് ഫുൾ ടൈം ഒരു കണക്ഷൻ ഇല്ല. നമ്മൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഇവിടെ ഇത് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അല്ലാത്ത സമയത്ത് അവർ തമ്മിൽ അവെയർ അല്ല. ഇതാണ് ഇതിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരു പ്രോട്ടോക്കോളാണ് FTP എന്ന് പറയുന്നത്. FTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ അയക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് FTP എന്നുള്ളത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്ചേഞ്ചിങ് ഓഫ് ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഫയൽസ് അക്രോസ് എ നെറ്റ്വർക്ക്. FTP is the easiest way to transfer files between computers via the internet. It uses TCP and IP to perform uploading and downloading. A FTP client program installed in the computer can help in the uploading and downloading of files. അപ്പോൾ ഈ FTP എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു TCP/IP പ്രോട്ടോക്കോളിൻ്റെ ഒരു സബ്ബാണ്. ഈ FTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സിസ്റ്റംസ് തമ്മിൽ ഡേറ്റയെ അയക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഫിസിക്കലി ആക്സസിബിൾ അല്ലാത്ത രണ്ട് സിസ്റ്റം തമ്മിൽ ഓൺലൈനായിട്ട് ഡേറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് FTP പ്രോട്ടോക്കോളാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ TCP/IP പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ച് നമ്മുടെ സെൻട്രൽ റിസീവറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നമ്മൾ ഓരോരോ പാക്കറ്റുകളായിട്ട്, ഡേറ്റ പാക്കറ്റുകളായിട്ട് ഫയലുകളെ അയച്ചു കൊടുക്കുന്നു. റിസീവർ സൈഡിൽ ഇതിനെ ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു FTP ക്ലയൻറ്റ് പ്രോഗ്രാം ഉപയോഗിക്കും. അതായത് ഒരു പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും, FTPയുടെ ഒരു പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഡേറ്റയെ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതും. FTP uses client-server architecture in servers with security features, username and password protection for file transfer. An FTP client program installed in the computer can help in the easy uploading and downloading of files. അപ്പോൾ നമ്മൾ ഈ FTP ക്ലയൻറ്റ് പ്രോഗ്രാം, അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ഫയൽസില്ല, Qt FTP എന്നുള്ള പ്രോഗ്രാംസ്. ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും ഈ FTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഡേറ്റയെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്തും അവിടെ വളരെ സെക്യൂർ ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ്, ബാക്കിയുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഡേറ്റയെ സെൻഡ് ചെയ്യുന്നത്. വെറുതെ അല്ല സെൻഡ് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഉൾപ്പെടെയാണ് നമ്മൾ ഡേറ്റയെ സെൻഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഒരു പ്രോട്ടോക്കോളാണ് DNS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം. DNS returns the IP address of the domain name that we type in our web browser's address bar. അതായത് നമ്മളിപ്പം ഓരോ വെബ്സൈറ്റുകൾക്കും കൃത്യമായിട്ട് ഓരോ പേരുകളുണ്ട്. ആ പേരുകളെയാണ് നമ്മൾ ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ facebook.com അല്ലെങ്കിൽ gmail.com
എന്നുള്ള നമ്മൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്, അതാണ് നമ്മളതിൻ്റെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ വെബ്സൈറ്റുകളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ IP അഡ്രസ്സുകൾ ഉപയോഗിച്ചാണ്. അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവറിൻ്റെ IP അഡ്രസ്സുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഓരോ സൈറ്റുകളെയും തിരിച്ചറിയുന്നത്. പക്ഷേ ഈ IP അഡ്രസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്പേഴ്സാണ്, 32 ബിറ്റ് നമ്പേഴ്സാണ്. ഇത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ഡൊമൈൻ നെയിമുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ IP അഡ്രസ്സിന് പകരം ഈ ഡൊമൈൻ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് DNS എന്ന് പറയുന്നത്. The DNS system has its own network. DNS implements a database to store domain names and IP address information of all websites on the internet. DNS assumes that IP address do not change. If one DNS server does not know how to translate a particular domain name, it asks another one, and so on until the correct IP address is returned. അപ്പോൾ ഈ DNS എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്കാണ്. ഈ DNSൽ ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ആ ഡാറ്റാബേസിൽ എല്ലാ ഡൊമൈൻ നെയിമുകളും അതുപോലെ തന്നെ അതിൻ്റെ IP അഡ്രസ്സും അവിടെ ഒരു ഉണ്ടായിരിക്കും. ആ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഡൊമൈൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ ഈ DNS സിസ്റ്റത്തിൻ്റെ ഡാറ്റാബേസിൽ പോയിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ IP അഡ്രസ്സ് കിട്ടാനായിട്ട്. നമുക്കെപ്പോഴും IP അഡ്രസ്സ് ഉപയോഗിച്ചാണ് ഒരു സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ IP അഡ്രസ്സ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഡൊമൈൻ നെയിമുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ഡൊമൈൻ നെയിമിൻ്റെയും കറക്റ്റായിട്ടുള്ള IP അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ DNSൻ്റെ ഡാറ്റാബേസിലായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഫേസ്ബുക്കിലേക്കാണ് പോകേണ്ടതെങ്കിൽ എനിക്ക് facebook.com അടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ DNSൻ്റെ ഡാറ്റാബേസിൽ പോയി സെർച്ച് ചെയ്യും. ദെൻ അവിടുന്ന് അതിൻ്റെ IP അഡ്രസ്സ് കിട്ടുകയും ആ IP അഡ്രസ്സിലേക്ക് നമ്മൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതല്ല നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ IP അഡ്രസ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് IP അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ ആ സൈറ്റിലേക്ക് പോകും. അപ്പോൾ IP അഡ്രസ്സ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ DNSന് തന്നെ ഒരുപാട് സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സെർവറിന് നമുക്ക് നമ്മുടെ IP അഡ്രസ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത സെർവറിനോട് ചോദിക്കും. അങ്ങനെ ഇത് ഓരോരോ സെർവറുകളോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള IP അഡ്രസ്സ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു DNS സെർവർ തന്നെ നമുക്ക് എല്ലാ ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കി ഓരോ DNS സെർവറുകളായിട്ടും ചോദിച്ചാണ് നമുക്ക് തരുന്നത് കൃത്യമായിട്ടുള്ള IP അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോൾ നമ്മുടെ TCP/IP പ്രോട്ടോക്കോളിൻ്റെ സബായിട്ട് വരുന്നതാണ്. 8ാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നമ്മൾ നോക്കി വയ്ക്കേണ്ടതാണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളത്. ദെൻ URL ഈസ് എ ഫോർമാറ്റഡ് ടെക്സ്റ്റ് സ്ട്രിംഗ് യൂസ്ഡ് ബൈ വെബ് ബ്രൗസേഴ്സ്, ഇമെയിൽ ക്ലയൻറ്റ്സ് ആൻഡ് അതർ സോഫ്റ്റ്വെയർസ് to identify a network resource on the internet. Every resource on the internet has a unique URL. Network resources are files that can be plain web pages, other text documents, graphics, programs, etc. ഇപ്പോൾ URL എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ റിസോഴ്സുകളെയും തമ്മിൽ അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്, ഒരു ടെക്സ്റ്റ് സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് റിസോഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഫയലുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ, ഇങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം അവിടുത്തെ നെറ്റ്വർക്ക് റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ റിസോഴ്സിനെയും നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു URL നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്ക് എങ്ങനെ ആ ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യാം അതിനാവശ്യമായിട്ടുള്ളൊരു ഫോർമാറ്റഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ്, അതിനാണ് നമ്മൾ ഈ URL എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ URL കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, numbers and punctuations. URL string can be divided into 3 parts: network protocol, domain name, file name. അപ്പോൾ ഈ 3 പാർട്ടുകൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മളൊരു URL string എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. http://
www.dhckerala.gov.in/index.html. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അഡ്രസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു അഡ്രസ്സ് കാണാൻ സാധിക്കും. ആ വെബ്സൈറ്റിൻ്റെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന റിസോഴ്സ് ഏത് റിസോഴ്സാണോ അതിനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇവിടുത്തെ ഇത്രയും ഭാഗം ഇതിനെയാണ് നമ്മൾ ഇവിടുത്തെ URL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ URLനും 3 പാർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് പ്രോട്ടോക്കോൾ, ദെൻ ഡൊമെയിൻ നെയിം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫയൽ നെയിമും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഏത് പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ചാണോ നമ്മൾ അവിടുന്ന് ആ ബ്രൗസർ കണക്ട് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ റിസോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ HTTP:// അതായത് ഇവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് HTTP പ്രോട്ടോക്കോളാണ്. ദെൻ അടുത്ത വരുന്ന www.dhckerala.gov.in ഇത്രയും വരുന്ന പാർട്ടിനെയാണ് നമ്മൾ അതിൻ്റെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ദെൻ ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം index.html അതിനെയാണ് നമ്മൾ അവിടുത്തെ ഫയൽ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പ്രോട്ടോക്കോൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. Protocol enables the browser to know what protocol is used to access the information specified in the domain. ആ ഡൊമൈനിൽ ഏത് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മൾ പ്രോട്ടോക്കോൾ അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ DNSൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ DNS അതായത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ സെർവറുകൾക്കും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ വെബ്സൈറ്റുകൾക്കും നമ്മൾ ഓരോ പേരുകളായിരിക്കും അസൈൻ ചെയ്തിരിക്കുന്നത്. ആ പേരുകൾ ഡൊമൈൻ നെയിംസ് ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ഓരോ സെർവറിനും IP അഡ്രസ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ IP അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഡൊമൈൻ നെയിമുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ DNSൻ്റെ ഡാറ്റാബേസിൽ പോയിട്ടത് സെർച്ച് ചെയ്യും. ഈ പർട്ടിക്കുലർ ഡൊമൈൻ നെയിമിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് ഏതാണെന്നുള്ളത് അവിടെ നിന്ന് കണ്ടുപിടിക്കുകയും ആ IP അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ വെബ്സൈറ്റുകളുടെയും IP അഡ്രസ്സ് ഓർത്തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡൊമൈൻ നെയിം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഡൊമൈൻ നെയിമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡൊമൈൻ നെയിമുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ DHC കേരള അല്ലെങ്കിൽ കേരള റിസൾട്ട്സ്, google.com, gmail.com അങ്ങനെ ഒരുപാട് ഡൊമൈൻ നെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ DNSൻ്റെ സെർവറിൽ ഇപ്പോൾ ഈ gmail.comൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. google.comൻ്റെ IP അഡ്രസ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കേരള results.nic.in ഇതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് ആ DNS നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ ഇത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നേരെ പോകുന്നത് DNSൻ്റെ സിസ്റ്റത്തിലേക്കാണ്. അവിടുന്ന് ഈ കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ gmail.com എന്നാണ് അടിക്കുന്നതെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് അവിടെ ഡാറ്റാബേസിലുണ്ടായിരിക്കും. ആ IP അഡ്രസ്സ് എടുത്ത് നമുക്ക് തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക് കിട്ടുന്നു. അതിനുശേഷം ഈ IP അഡ്രസ്സ് വെച്ചിട്ട് അതുമായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഡൊമൈൻ നെയിമിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറയുന്നത്. A domain name usually has more than one part. അപ്പോൾ അതായത് നമ്മുടെ ഡൊമൈൻ നെയിമിൽ സാധാരണ 2 പാർട്ടാണ് നമുക്കുള്ളത്. ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം അല്ലെങ്കിൽ പ്രൈമറി ഡൊമൈൻ നെയിം, അതുപോലെ തന്നെ സബ് ഡൊമൈൻ നെയിം. അങ്ങനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ടോപ്പ് ലെവലും സബ് ലെവലും ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ dhckerala.gov.in എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഈ .in എന്നുള്ളത് അതാണ് അവിടുത്തെ പ്രൈമറി ഡൊമൈൻ നെയിം. ലാസ്റ്റ് വരുന്ന IN അതാണ് നമ്മുടെ പ്രൈമറി ഡൊമൈൻ നെയിം. ദെൻ അതിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ് GOV എന്നുള്ളത്. അതിൻ്റെയും സബ്ബായിട്ട് വരുന്നതാണ് DHC കേരള എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഈ IN ആണ്. ബാക്കി വരുന്ന GOV അതിൻ്റെ സബ്ബാണ്. അതിൻ്റെ ഈ GOVയുടെയും സബ്ബാണ് DHC കേരള എന്നുള്ളത്. ഇനി ഈ ടോപ്പ് ലെവലിൽ തന്നെ നമ്മൾ പ്രൈമറി ലെവലിനെ തന്നെ നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. There are only limited number of top level domains
and these are divided into two categories: generic domain names and country specific domain names. അപ്പോൾ പ്രൈമറിയിൽ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചേക്കാണ്, ജനറിക്കും അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക്കും. ഇപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിംസ് എന്ന് പറഞ്ഞാൽ അത് ഏത് കൺട്രിയിലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആ ജിയോഗ്രഫിക് ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ .in എന്ന് പറഞ്ഞാൽ ഇന്ത്യ, .au എന്നുള്ളത് ഓസ്ട്രേലിയയുടെയാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് നമ്മൾ ഓരോ ടോപ്പ് ലെവൽ ഡൊമൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ജനറിക് ഡൊമൈൻ നെയിംസ്. ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ ഡൊമൈൻ നെയിംസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. .com എന്നുള്ളത് കൊമേഴ്ഷ്യൽ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. .edu എന്നുള്ളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആയിരിക്കും. .gov എന്നുള്ളത് ഗവൺമെൻറ് ഏജൻസീസിൻ്റെയാണ്. .mil എന്നുള്ളത് മിലിറ്ററിയുടെ ആയിരിക്കും. ദെൻ .net എന്നുള്ളത് നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ്റെ ആയിരിക്കും. .org എന്നുള്ളത് ഓർഗനൈസേഷൻസിൻ്റെ ആയിരിക്കും. അങ്ങനെ ഇത്തരത്തിൽ ജനറിക് ആയിട്ടുള്ള ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിംസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ബാക്കി വരുന്ന സബായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും താഴെയായിരിക്കും വരുന്നത്. ദെൻ ഇനി അതിനകത്തെ മൂന്നാമത്തെ പാർട്ടാണ് ഫയൽ നെയിം എന്നുള്ളത്. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു സെർവറിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സിൽ ഏത് ഫയലാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിപ്പോൾ ആ ഒരു സെർവറിൽ തന്നെ നമുക്ക് ഒരുപാട് ഫയൽസ് അവൈലബിൾ ആയിരിക്കും. അതിൽ തന്നെ ഏത് ഫയൽ വേണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താലാണ് ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ എക്സാമ്പിളിൽ index.html എന്നുള്ള ഒരു പേജാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ അതാണ് അവിടുത്തെ ഫയൽ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 8ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്.